ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അർജുൻ കായംകുളം ആണ് സംസാരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മൾ തലശ്ശേരിയിലാണ്. തലശ്ശേരിയിൽ നമ്മൾ ഇന്നൊരു ചെറിയൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളെ ഒന്ന് നമ്മൾ ഇന്നലെയാണ് വന്നത്. ഇന്നലെ നൈറ്റിലാണ് വന്നത്. നമുക്ക് താമസിക്കാൻ കിട്ടിയൊരു വീട്, അതിൻ്റെ അടിപൊളി ഒരു വീട്ടിലാണ്. ഇവിടുത്തെ പഴയ ഒരു ട്രഡീഷണൽ രീതിയിലുള്ളൊരു വീടാണ് ഇത്. ഇവിടുത്തുകാർക്കും വള്ളുവനാട്ടുകാർക്കൊന്നും അതൊരു പുതുമയല്ല. പക്ഷേ ഞങ്ങൾ ഓണാട്ടുകാരക്കാർ, കായംകുളം, ഹരിപ്പാട്, പിന്നെ അങ്ങോട്ടുള്ള, അതായത് ആലപ്പുഴ ജില്ലയുടെ തെക്കൻ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഇങ്ങനെയുള്ളൊരു തെക്കൻ ജില്ലകൾക്ക് ഇങ്ങനൊരു വീടെന്ന് പറഞ്ഞാൽ അത് പരിചയക്കുറവുള്ളൊരു വീടാണ്. കാരണം വെച്ചാൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകൾ ഇങ്ങനെയല്ല ഈ ഭാഗത്ത്, നമ്മുടെ ഭാഗത്ത്. പക്ഷേ ഇവിടെ ഇങ്ങോട്ട് വടക്കോട്ട് വള്ളുവനാട് ഭാഗത്തും കണ്ണൂർ, കോഴിക്കോടും ഒക്കെ ഉള്ള ഭാഗത്തൊക്കെ ഇതുപോലുള്ള വീടുകൾ എല്ലാവർക്കും സുപരിചിതമായിരിക്കും. പക്ഷേ നമുക്കതൊരു പുതിയ അനുഭവമാണ്. ഞങ്ങളാണ്ട് ഈ ഒരു വീട്ടിലാണ് ഇന്നലെ താമസിച്ചത്. ഇവിടുത്തെ ഒരു പഴയ ട്രഡീഷണലായിട്ടൊരു രണ്ട് നില, രണ്ട് മച്ചൊക്കെ ഉള്ളൊരു വീടാണ്. നമ്മൾ ആ ഒരു വീട്ടിലെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോ എടുത്തതാണ്. അന്നേരം നമ്മൾ ആ ഒരു വീട്ടിലെ ഒരു ഔട്ടിൽ, അത് പുറത്തു നിന്നുള്ളൊരു കാഴ്ച, അകത്തു നിന്നുള്ള കാഴ്ചയൊക്കെ കാണാം. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഇല്ല, തടിയുടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അന്നേരം ആ ഒരു വീട്ടിലേക്ക് നമുക്ക് പോവാം. എങ്ങനെയുണ്ടെന്ന് അതിനകമൊക്കെ ഒന്ന് കണ്ടാലോ? ശരി, ഓക്കെ, വാ. ഇതാണ് ഇതിൻ്റെ പുറത്തു നിന്നുള്ളൊരു കാഴ്ച. ഈ വീടിൻ്റെ രണ്ട് മച്ചൊക്കെ ഉണ്ട്. മേളിൽ 2 റൂമുണ്ട്, താഴെ 1, 2, 3, 4 റൂമുണ്ട്. ഇതാണ്ട് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു പഴയ ട്രഡീഷണലായിട്ടുള്ള ഒരു നമ്മുടെ തലശ്ശേരി ഭാഗത്തുള്ളൊരു വീടാണിത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഇതൊരു വീട്ടിലും താമസിക്കാത്തൊരു പുതുമയാണ്. ഇവിടെ തന്നെ ഇതിനോട് ചേർന്ന് കിണർ, വീട്ടിൽ നിന്ന് അകത്തുനിന്ന് തന്നെ വെള്ളം വരാൻ പറ്റുന്ന രീതിയിലുള്ള കിണർ ഉണ്ട്. അത് അടുക്കളയിൽ അടുക്കളയോട് ചേർന്നൊരു സെപ്പറേറ്റ് മുറിയുണ്ട്. ആ മുറിക്കകത്തുനിന്ന് ഒരു ചെറിയ കിളിവാതിൽ പോലെ വെച്ചിട്ട് അതിനകത്തോട്ട് കിണറാണ്. വീടിൻ്റെ ഭംഗി നോക്കിയ ഒരു പ്രത്യേക ഭംഗിയല്ലേ. നമ്മുടെ പഴയകാല സിനിമകളിലെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വീടുകളൊക്കെയാണ്. നമ്മുടെ ഈ പഴയകാല മോഹൻലാലിൻ്റെ സിനിമ വള്ളുവനാട്ടിൽ നിന്നൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത പഴയ സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതേ ഓർമ്മിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു വീടാണ്. നല്ല രസമുണ്ട്, നല്ലൊരു ഫീലിംഗ് ആണ്, ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഇവിടെ. ഇപ്പോൾ നമ്മളിതിൻ്റെ അകത്തോട്ടൊന്ന് പോവാം. ഇതാണ് എൻ്റെ വരാന്ത, വിശാലമായ വരാന്തയോട് ചേർന്നൊരു മുറി. കണ്ടോ, ഇവിടെ പുരാതനമായ രീതിയിലുള്ള സ്റ്റെപ്പ് നമ്മുടെ നീലത്താഴത്തിനെ കാണുന്നുണ്ട്. പഴയ തടിയും കാര്യങ്ങളൊക്കെയാണ്, നല്ല ഉറപ്പുള്ള തടിയാണ്. അതിൻ്റെ മച്ചൊക്കെ നല്ല അടുപ്പിച്ച് ഒരടി അകലത്തിൽ തടി ഇങ്ങനെ കുറുക്ക് ചെയ്താണ്. നല്ല ഉറപ്പുള്ള തടിയാണ്. നീലത്താമര സിനിമയിൽ ഇതുപോലൊരു വീടുണ്ട്. അതിൻ്റെ പത്തായം, പഴയ കാലത്തെ പത്തായം, നെല്ലൊക്കെ സൂക്ഷിക്കുന്ന പത്തായം, ട്രഡീഷണലായിട്ടുള്ള പത്തായമാണിത്. ആ നീലത്താമര സിനിമയിലെ മറ്റേ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുന്നില്ല, തടിയുടെ സ്റ്റെപ്പ്, അങ്ങനൊരു സംഭവമൊക്കെ, ആ സ്റ്റെപ്പൊക്കെ ആ ഒരു സിനിമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. കഥ എന്നൊക്കെ പറഞ്ഞ രക്ഷയില്ല. പഴയ രീതിയിലുള്ള സാക്ഷിയും കൊളുത്തും കുറ്റിയാണ്. ഇപ്പോഴത്തെ മോഡലല്ല, പഴയ മോഡലല്ലേ. നല്ല ഉറപ്പുള്ള തടികളൊക്കെയാണ്. സെറ്റപ്പ് ഒരു വീടാണ്. ഇവിടെ 2-3 ദിവസം തങ്ങിയപ്പോൾ തന്നെ ഒരു നല്ലത്തെ ഫീലിംഗ് ആണ്. അതുകൊണ്ട് കൊത്തുപണിയൊക്കെ ചെയ്ത്, മച്ചിൻ്റെ മുകളിൽ കൊത്തുപണിയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടില്ലേ, പഴയ രീതിയിലുള്ള ഒരു വീടാണിത്. മൊത്തത്തിൽ അടിപൊളി ഒരു വൈബാണ് സത്യം പറഞ്ഞാൽ. ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.